Watch full episodes on Jio Hotstar. ഹലോ, ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട്, ഇവിടേക്ക് നോക്ക്. ഈ ശബ്ദം എവിടുന്ന വരുന്നേ? ഇത് കൊള്ളാലോ, ബോള് കിട്ടിപ്പോയി. ഷെടാ, നിങ്ങളാരാണ്? ഇത്രയും ചെറിയ മനുഷ്യരോ? ഞങ്ങളാണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് മഷ്റൂം. പിന്നെ ഞങ്ങള് ഹർബോണിയ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂമിയുടെ അടിയിൽ ഞങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ഏതെങ്കിലും ഹെർബ് അല്ലെങ്കിൽ മരം ചെടികൾ കൊണ്ടുണ്ടായവയാണ്. നിങ്ങളുടെ ലോകം ഇപ്പോൾ അപകടത്തിലാണ്. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ലോകം ചുറ്റിക്കാണാൻ ഇറങ്ങുന്നത്. മനുഷ്യരില്ലാത്ത സമയത്ത്. പക്ഷെ കിങ് സ്കെയർക്രോ കിങ് ആണ്. അപകടത്തിലാണെന്നോ? എന്തപകടം? ഞങ്ങളുടെ കിങ് സ്കെയർക്രോ നിങ്ങളുടെ ലോകത്തെ നശിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ കുറെ ദിവസങ്ങളായി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് നല്ലോണം മാജിക് അറിയാമല്ലോ. ആ മാജിക് യൂസ് ചെയ്ത് നിങ്ങൾ കിങ് സ്കെയർക്രോയെ തോൽപ്പിക്കണം. എന്നിട്ട് നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ രക്ഷിക്കണം. എന്റെ പേര് രുദ്ര എന്നാണ്. ഇത് മൈറ, അത് വരുൺ, ഇത് രംഗീല. നിങ്ങളുടെ രാജാവ് എന്തിനാ ഞങ്ങളുടെ ലോകത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശത്രുവൊന്നുമല്ലല്ലോ. ഞങ്ങളുടെ ലോകം വലുപ്പം കൊണ്ട് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഭൂമിയിൽ ഇറങ്ങി ചുറ്റിക്കറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങള് നിങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞിറങ്ങി പോകും. അതുകൊണ്ട് കിങ് സ്കെയർക്രോ തീരുമാനിച്ചിരിക്കുന്നത് ഭൂമിയിലുള്ള മനുഷ്യരെ മുഴുവനും നശിപ്പിച്ച് കളയാമെന്നാണ്. അപ്പൊ പിന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് സ്വതന്ത്രമായി ചുറ്റിക്കറങ്ങാമല്ലോ. പക്ഷെ നമ്മൾ തമ്മിൽ പകയൊന്നുമില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് ഭൂമിയിൽ ചുറ്റിക്കറങ്ങാൻ ആഗ്രഹിക്കുന്നതെന്നറിയാവോ? മനുഷ്യരില്ലാത്ത സമയത്താണ്. പക്ഷേ കിങ് സ്കെയർക്രോ കിങ് ആണ്. അദ്ദേഹത്തിന് തോന്നുമ്പോഴൊക്കെ ചുറ്റിക്കറങ്ങും. അദ്ദേഹത്തിന്റെ വീട്ടിലെ കുറച്ച് ആളുകൾ മനുഷ്യന്റെ കാലിനടിയിൽപ്പെട്ട് മരിച്ചുപോയവരാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പകരം വീട്ടാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഈ മാജിക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമേ കിങ്ങിനെ തോൽപ്പിക്കാൻ പറ്റൂ. ഞങ്ങളോടൊപ്പം വരൂ. ഇതാര്? ചെറിയ ചെറിയ മനുഷ്യരോ? അവരിവിടെയും എത്തിക്കഴിഞ്ഞോ? മനുഷ്യർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആന്റി, അങ്കിൾ. ചേട്ടാ, ഇതാകെ പ്രശ്നമായല്ലോ. ഒന്ന് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ്. അയ്യോ, പറയുന്നത് കേക്ക്. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അല്ല, പേടിക്കണ്ട കേട്ടോ. ഞങ്ങളൊക്കെ നിന്റെ കൂട്ടുകാരാ. നട്ട് ബോയ്, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാനാണ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നത് നമ്മുടെ ലോകം കാണിക്കാനായിട്ട്. നമ്മുടെ ലോകത്തിനെ കിങ് സ്കെയറിൽ നിന്ന് രക്ഷിക്കാൻ കൂടി വേണ്ടിയാണ്. മനസ്സിലായോ? പക്ഷേ ഇവരും നമ്മളെ പോലെ ചെറിയ ചെറിയ മനുഷ്യരാണല്ലോ. ഇവരെ കൊണ്ട് എങ്ങനെ സ്കെയർക്രോയെ തോൽപ്പിക്കാൻ പറ്റും? അയാള് വളരെ ഡേഞ്ചറസ് ആണ്. ഇവർക്ക് മാജിക് നല്ലോണം അറിയാം. ആ മാജിക് ഉപയോഗിച്ചാണ് അവർ ചെറുതായി മാറിയത്. അവരവരുടെ മാജിക് ഉപയോഗിച്ച് കിങ് സ്കെയർക്രോയുടെ കഥ അവസാനിപ്പിക്കും. പക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ലോകത്തിനെ എന്തിനാ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എല്ലാവരും വളരെ ചെറിയ സൈസാണ്. നിങ്ങൾക്ക് ഹ്യൂമൻസിനെ എങ്ങനെയാ നശിപ്പിക്കാൻ കഴിയുന്നേ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ അയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകാറേ ഇല്ല. പക്ഷെ ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ വന്നാലേ പറ്റത്തുള്ളൂ, വഴി കാണിച്ചു തരാനായിട്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല മോനെ. ഞങ്ങളുടെ മഷ്റൂം ഫീൽഡിനുള്ള സമയമായിരിക്കുന്നു. നട്ട് ബോയ്, നീ ഇവരുടെ കൂടെ ചെന്ന് അയാളുടെ കൊട്ടാരം എവിടെയാണെന്ന് കാണിച്ചു കൊടുക്ക്. ഇല്ലല്ല, ഞാനൊന്നും അങ്ങോട്ട് പോവില്ല. അവിടെ വളരെ ഡേഞ്ചറസ് ആണ്. മെഡ് ബോയ്, കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. ഇവരുടെ കയ്യിൽ മാജിക് ഉണ്ട്. നിനക്ക് ഒരു അപകടവും സംഭവിക്കില്ല. നട്ട് ബോയ്, നിനക്കൊന്നും സംഭവിക്കത്തില്ല. നീ കണ്ടതല്ലേ, ഞങ്ങളുടെ കൈവശം മാജിക്കൽ പവേഴ്സ് ഉണ്ട്. നീ ആ സ്ഥലം ദൂരെ നിന്ന് കാണിച്ചാൽ മതി. അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന്. പിന്നെ നീ മുന്നോട്ട് വരേണ്ട കാര്യമില്ല. മെഡ് ബോയ്, മതിയാക്ക്. കൂട്ടിക്കൊണ്ടു പോ. അവരോടൊപ്പം കൂട്ടുകൂട്. ഇനി മുതൽ നിങ്ങൾ കൂട്ടുകാരാണ്. നട്ട് ബോയ്, ബാഡ് മാനേഴ്സ്. കൈ ശരിയായ രീതിയിൽ കൊടുക്ക്. ഫ്രണ്ട്സ്, ഇവിടെ എങ്ങും അപകടമുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ എസ്കേപ്പ് ആകും. എന്നെ തടഞ്ഞു നിർത്തരുത് കേട്ടോ. എന്നാ ശരി,
ഞങ്ങൾ നിന്നെ തടയില്ല. രുദ്ര, അതിന് പറന്ന് ഇവിടുന്ന് കടന്നു പോകാൻ പറ്റില്ല. ഒരുപാട് മുകളിലേക്ക് പറന്നാൽ പക്ഷികൾക്ക് ഇരയായി പോകും. ഇനി അവർ താഴോട്ട് പറന്നാൽ മീനുകൾക്ക് ഇരയായി പോകും. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒറ്റ വഴിയേ ബാക്കിയുള്ളൂ. എന്താ അത്? നിന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഇതിപ്പോ ആകെ ഗുലുമാലായല്ലോ. ഇവന്റെ കയ്യിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. നിനക്ക് നമുക്ക് ലോട്ടസിനകത്തിരുന്ന് കടന്നു പോകാം. അവർക്കാർക്കും അറിയത്തില്ല. അത് കണ്ടോ, അവിടുന്ന് ഒരു ലോട്ടസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ഹ്യൂമൻസ് ആണ് വരുന്നെന്നാ പറഞ്ഞത്. അതിൽ ഒറ്റ ഒരുത്തൻ പോലും രക്ഷപ്പെടരുത്. എല്ലാത്തിനും തീർത്തേക്ക്. താഴോട്ട് ചാടിക്കോ, ലോട്ടസ് ബേസ്റ്റ് ആക്കാൻ പോവാണ്. ഇതെന്തൊരു ജീവിയാണ്? എത്ര കഷ്ടപ്പെട്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. മരണത്തിന്റെ എഡ്ജ് വരെ പോയിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോന്ന്. ഉറപ്പായിട്ടും ഒളിമ്പിക്സിൽ പങ്കെടുക്കണം കേട്ടോ. ഒരു ഗോൾഡ് മെഡൽ നിനക്ക് ഉറപ്പായിട്ടും കിട്ടും. അവർ ആ ലേക്ക് കടന്നു കഴിഞ്ഞു. എന്ത്? ലേക്ക് ക്രോസ് ചെയ്ത് വന്നെന്നോ? അതിന്റെ അർത്ഥം അവരുടെ മാജിക് വളരെയധികം ശക്തമാണെന്നാണ്. എന്തെങ്കിലും ചെയ്ത് അവരെ പിടികൂടാൻ നോക്ക. എത്രയും പെട്ടെന്ന് അവരെ പിടിച്ചു കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. ചെല്ലേ. അവിടെ ഒരു പാലസ് കാണുന്നില്ലേ? അവിടെയാണ് കിങ് സ്കാർക്രൂ താമസിക്കുന്നത്. ഇവിടുന്ന് മുമ്പോട്ട് ഞാൻ വരത്തില്ല. ശരി, നീ ഇവിടെ തന്നെ നിന്നോ. താങ്ക് യു. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നീ തിരിച്ചു പോയിക്കോ. എന്തോന്ന് തിരിച്ചു പോകാനോ? ഞാൻ തനിച്ചൊന്നും പോകില്ല. ലേക്ക് കടന്ന് ഞാൻ എങ്ങനെയാ പോവാ? ആ കാട് ഞാൻ തനിച്ച് എങ്ങനെയാ കടന്നു പോവാ? അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നേക്കാം. നിങ്ങളെ ജോലി കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോ. എന്നാ ശരി, പക്ഷെ നമ്മൾ ഇവനെ പോലെ ഗെറ്റപ്പ് ചേഞ്ച് ആക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എങ്കിലേ നമ്മൾ ആരെയും സംശയിക്കത്തില്ല. എന്താ? ഇതാ ഹ്യൂമൻസ് മെജീഷ്യൻസ് ആണ്. അവരിവിടം വരെ എത്തിയോ? നീക്കവിടെ. രുദ്ര, പെട്ടെന്ന് വിട്ടോ. അവൻ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. രുദ്ര, മുൻപോട്ട് നോക്ക്. മുന്നിൽ വലിയ കുഴിയാണ് രുദ്ര. കൈ രണ്ടും മേളിലോട്ട് പൊക്കി വെച്ചിട്ട് നീക്ക. കൈ താഴോട്ടല്ല, മേളിലോട്ട് പൊക്കേ.
ആദ്യം ഞാൻ കൈ ഒന്ന് മുന്നോട്ട് നീട്ടിക്കോട്ടെ, പിന്നെ ഞാൻ മേലോട്ട് പോക്കാം. നീ എല്ലാം മറന്നു പോ. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. നീ പോയിട്ട് നിന്റെ ജോലി നോക്ക്. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. നീ ഞങ്ങളെ ആരെയും കണ്ടിട്ടില്ല. നീ കണ്ടതെല്ലാം മറന്നു പോകട്ടെ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ ലൈനിൽ പോകുന്നത്? ആ, അത് നിനക്കറിയില്ലേ? രാജാവിന് വേണ്ടി എല്ലാ ജ്യൂസും എടുക്കാൻ വേണ്ടി പോവാണ്. അതെ അതെ, അക്കൂട്ടത്തിൽ ഞാനും പോകേണ്ടതാ. അതാ ഞാൻ കൺഫേം ചെയ്തത്. വേഗം ചെല്ലേ, ചെല്ലി ജോലി കിടങ്ങ. എന്താ വായി നോക്കി നിൽക്കുന്നേ? ചെല്ലേ, പോ. അതെ അതെ, ചെയ്തോളാം ചെയ്തോളാം. ആഹാ, വരൂ വരൂ, എല്ലാരും വരൂ. ഇത് സ്നാക്സ് ടൈമാണ്. വരൂ. നല്ലോണം നോക്ക്, കീടങ്ങൾ വല്ല അകത്തുണ്ടോന്ന്. ഇല്ല ഇല്ല, ഓക്കെയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടെന്നാ വന്നത്? ഞങ്ങൾ സിറ്റിക്ക് പുറത്ത് ലേക്കിന്റെ അക്കരയിലാ താമസിക്കുന്നത്. ഓ, അങ്ങനെയാണോ? നിങ്ങളുടെ ഫേസ് കണ്ടിട്ട് പുതിയതായിട്ട് തോന്നി, അതുകൊണ്ടാ ചോദിച്ചത്. ആ ഗാർഡ് കുറെ നേരമായിട്ട് എന്നെ തന്നെ എന്തിനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മൈര, വരുൺ, നിങ്ങൾക്കാർക്കെങ്കിലും തല കറങ്ങുന്നുണ്ടോ? അതെ, ഒരല്പം അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. നോക്ക്, ഇവിടെ എന്തോ അപകടമുണ്ട്. നമ്മൾ എക്സ്പോസ് ആയെന്നാ എനിക്ക് തോന്നുന്നേ. ഇപ്പൊ നട്ട് ബോയിന്റെ മന്ത്രം നമ്മൾ ഫോളോ ചെയ്യണം. അതേത് മന്ത്രവാ? തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. അവർക്ക് നമ്മളെ കുറിച്ച് മനസ്സിലായിന്നാ തോന്നുന്നേ. അവര് ജ്യൂസിൽ എന്തോ കലർന്നു തന്നിരിക്കുക. ഏയ്, ഇത് മനുഷ്യരാണല്ലോ. ഹ്യൂമൻസ്, മനുഷ്യരോ? ഇവിടെയോ? അവരൊക്കെ ഇങ്ങനെ വന്നു. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. അവരൊന്നും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഒറ്റ ഒരുത്തനും രക്ഷപ്പെടാൻ പാടില്ല. ഇങ്ങോട്ട് വന്നവർ ഒരുത്തനും പുറത്തു പോകാൻ പാടില്ല. അവര് പുറത്തു പോയോ? വീടരുത്. അവരെ തേടി കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന്. ഒരു പക്ഷേ അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾ ആരും പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.